Hey guys, welcome back to another episode of Nothing Special. ബുഗോണിയ. എടാ ഈ സിനിമയിൽ ഒരു സംഭവമുണ്ട്. ഞാൻ കുറച്ചാൾ മുന്നേ അപ്കമിങ് മൂവീസ് ഏതാന്നൊക്കെയാണ് നോക്കുന്ന സമയത്താണ് കമ്മിങ് സൂണിൽ ബുഗോണിയ എന്ന് പറഞ്ഞൊരു സിനിമ കാണുന്നത് ലിസ്റ്റിൽ. ഞാൻ ഈ മുന്നേ കേട്ടിട്ടൊന്നുമില്ല സിനിമയെ കുറിച്ചിട്ട്. ഞാൻ ജസ്റ്റ് ഓക്കെ ഇതിൻ്റെ കാസ്റ്റ് ആരൊക്കെയാണെന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആരെങ്കിലും നോക്കുന്ന സമയത്താണ് ലീഡിങ് മെയിൻ ക്യാരക്ടറായിട്ട് എമ്മ സ്റ്റോണിനെ കാണുന്നത്. പിന്നെ ജെസ്സി പ്ലെമോൺസില്ലേ ഓനെ കാണും. ജെസ്സി പ്ലെമോൺസ് നമ്മുടെ ബ്രേക്കിംഗ് ബാഡിലത്തെ ടോഡ്. എനിക്ക് ഓൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് ബ്രേക്കിംഗ് ബാഡിൽ. പിന്നെ എൽ കമീനോയിലുണ്ട്. അപ്പം ഓൻ്റെ ക്യാരക്ടർ ഉണ്ട്. പിന്നെ എമ്മ സ്റ്റോൺ ഉണ്ട്. അതുകൂടാണ്ട് പിന്നെ നോക്കിയ സമയത്ത് ഒരു എയ്ഡൻ എന്ന് പറയുന്നൊരു പയ്യനെ കണ്ടു. അപ്പോൾ അവനെ ഞാൻ മുന്നേ കണ്ടിട്ടില്ല അടി. അപ്പോൾ ഇവരന്ന് ഈ ആകെ അഞ്ച് ക്യാരക്ടേഴ്സിൻ്റെ പേര് മാത്രമേ കാസ്റ്റിങ്ങിൽ കാണുന്നില്ല, വേറെ ആരും കണ്ടിട്ടില്ല. ഓക്കെ, ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് വിട്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞേ, എടാ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് ബുഗോണിയ, നീ ട്രെയിലർ ഒന്ന് കണ്ടു നോക്ക്. എനിക്ക് പൊതുവേ പടത്തിൻ്റെ ട്രെയിലർ കാണാൻ, ഇംഗ്ലീഷ് പടത്തിൻ്റെ ട്രെയിലർ കാണാൻ വലിയൊരു ഇഷ്ടമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ പടത്തിൽ നടക്കുന്ന സീക്വൻസ് അതേ ഓർഡറിൽ മിക്കവാറും ഇംഗ്ലീഷ് സിനിമയുടെ ട്രെയിലറിൽ കാണിക്കലുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇവൻ പറഞ്ഞ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനം, നീ കണ്ടു നോക്ക്. ഈ പടത്തിൻ്റെ തീം എന്താണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിട്ടില്ല മുന്നേ. ഞാൻ ജസ്റ്റ് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കി. ട്രെയിലർ കാണുമ്പോൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. പക്ഷെ എന്നാലും എനിക്ക് പിന്നെ ഡസ് പഠിച്ചു, പക്ഷേ കാണണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടത്ത് കാണിക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഏകദേശം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പടത്തിനെ കുറിച്ച് ഒന്നും അറിയാണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് വീഡിയോസ് നിർത്തിക്കോ, എന്നിട്ട് പോയി പടം കണ്ടിട്ട് വാ. ഞാൻ ഈ പറയുന്നൊന്നും പടത്തിൻ്റെ മെയിൻ സംഭവം, അതായത് ഇതിലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്, അതിനെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നൊന്നുമില്ല. ട്വിസ്റ്റൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ട്രെയിലറിൽ കാണിച്ച സംഭവത്തിൽ വെച്ചിട്ട് മെയിൻ കഥയുടെ സംഭവം സിനോപ്സ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. എമ്മ സ്റ്റോൺ പ്രസന്റ് ചെയ്യുന്നത് മിഷേൽ ഫുള്ളർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരി ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനീൻ്റെ ഒരു CEO ആണ്, ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ലേഡിയാണ്. പിന്നെ ജെസ്സി പ്ലെമോൺ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പറഞ്ഞെങ്കിൽ ഒരു കോൺസ്പിറസി തിയറിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ വിചാരിക്കുന്ന പറഞ്ഞെങ്കിൽ ഈ വേൾഡ് ഫുള്ള് ഏലിയൻസ് കൈയടക്കാൻ വേണ്ടി വരെയെന്ന്, നമ്മളാണ് ഭൂമിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു കോൺസ്പിറസി തിയറിയിൽ വിശ്വസിക്കുന്ന ഒരു പുള്ളിയാണ്. പുള്ളിക്കൊരു ഓട്ടിസം ബാധിച്ചൊരു കസിൻ ഉണ്ട്. ആ കസിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ എയ്ഡൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പോർട്രേ ചെയ്ത ക്യാരക്ടർ. എടാ ശരിക്കും എയ്ഡൻ, ഞാൻ പിന്നെ നോക്കുന്ന സമയത്ത് എയ്ഡൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ആക്ടറിന് ശരിക്കും ഓട്ടിസം ബാധിച്ചൊരു പുള്ളിയാണ്. പക്ഷെ പുള്ളിക്ക് ഈ ആക്ടിങ് ഒക്കെ ഇഷ്ടമായതുകൊണ്ട് പുള്ളി ഈ ആക്ടിങ് സ്കൂളാണ് പഠിച്ചത്. പിന്നെ കുറച്ച് ഷോസ് ഒക്കെ പെർഫോം ചെയ്തു, അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടാവും. അപ്പം ഈ പുള്ളി എയ്ഡൻ എന്ന് പറയുന്ന പുള്ളിയെ പോർട്രേ ചെയ്യുന്ന ക്യാരക്ടർ ഡോൺ എന്നാണ് പേര്. ഈ പുള്ളി ഡോൺ ഇവൻ്റെ കസിനാണ്. അപ്പോൾ ഡോൺ ഈ ജെസ്സി പ്ലെമോണിൻ്റെ തിയറിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പുള്ളിക്കാരനെയാണ് ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ട് ഇവർ വിചാരിക്കുന്ന പറഞ്ഞെങ്കിൽ വേൾഡ്, ഈ ഭൂമി ഫുള്ള് ഏലിയൻസ് കൈയടക്കാൻ വേണ്ടി വരെയെന്ന് എന്നൊക്കെ അതിലൊരു കോൺസ്പിറസിയിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവർ കണ്ടുപിടിക്കുന്നത് നമ്മുടെ എമ്മ സ്റ്റോൺ പോർട്രേ ചെയ്യുന്ന ക്യാരക്ടർ, പുള്ളിക്കാരി ശരിക്കും പറഞ്ഞെങ്കിൽ CEO എന്നല്ല, അതൊരു ഫേക്ക് റോളാണ്. ശരിക്കും ഒരു ഏലിയനാണ് പുള്ളിക്കാരിൻ്റെ റോൾ ഇവിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിനെ നശിപ്പിക്കലാണെന്നല്ലാന്ന് ഇവർ പറയുന്നത്, ഇവർ ബിലീവ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ എമ്മ സ്റ്റോണിനെ തട്ടിക്കൊണ്ടതിന് ശേഷം എന്ത് സംഭവിക്കും, ഇവർ തമ്മിൽ ഫുള്ള് ഇൻട്രോഗേഷനാണ് ഈ പടം മൊത്തത്തിൽ ഫുൾ ഡയലോഗുകളിലേക്ക് കൂടി, പിന്നെ ചെറിയ 1-2 ഇവൻസിലേക്ക് കൂടിയാണ് ഈ പടം പോകുന്നത്. മിക്കവാറും സീനൊക്കെ ഇൻട്രോഗേഷനാണ്. ഇവർ പുള്ളിക്കാരനെ കൊണ്ടൊക്കെ നീ സമ്മതിക്ക്, ഇത് ഏലിയൻ ആണെന്നൊക്കെ സമ്മതിക്ക്, നിങ്ങൾക്ക് 4 ദിവസം സമയമുണ്ട്. കാരണം 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൂണാർ എക്ലിപ്സ് നടക്കുന്നുണ്ട്, അന്നാണ് മദർഷിപ്പ് ഇവിടെ വന്ന് നെല്ല് നശിപ്പിക്കൽ എന്നൊക്കെയാണ് ഇവർ ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ 4 ദിവസത്തിനുള്ളിൽ എമ്മ സ്റ്റോണിനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കണം. എന്നിട്ട് ഇവന് മദർഷിപ്പുമായിട്ട് ഏലിയനുമായിട്ട് ഡയറക്റ്റ് പറഞ്ഞ് ഭൂമിയെ രക്ഷിക്കണം എന്നൊക്കെ തീരുമാനത്തിലാണ് ഇവരുള്ളത്. ഇവരതിലെ ബിലീവ് ചെയ്യുന്നത്. എമ്മ സ്റ്റോണിന് പക്ഷേ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു കോൺസ്പിറസി തിയറിയിൽ ചുറ്റിപ്പറ്റിയാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. കുറേ ഇൻട്രസ്റ്റിംഗ് സംഭവം ഈ പടത്തിൻ്റെ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കുഞ്ഞു കാര്യങ്ങളുണ്ട്. എമ്മ സ്റ്റോണിനെ ഇവർ തട്ടിക്കൊണ്ടതിന് ശേഷം വേൾഡ് ഫുള്ള് എമ്മ സ്റ്റോൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ന്യൂസിൽ ഫുൾ അതാണ്. പിന്നെ എമ്മ സ്റ്റോണിനെ ഇവർ തലയിൽ ഫുള്ള് ഷേവ് ചെയ്യുന്നുണ്ട്, ബോഡി അങ്ങനെ ഫുള്ള് ഷേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷേവ് ചെയ്യുന്നതിനൊക്കെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ പടത്തിൽ ഇറ്റ് മേക്ക് സെൻസ്. ഫുള്ള് ഡയലോഗുകളിലേക്ക് കൂടെ ഈ ഇൻട്രോഗേഷൻസിലേക്ക് കൂടിയാണ് പടം മുന്നോട്ട് പോകുന്നത്. എസ്പെഷ്യലി ഒരു ടേബിൾ ഇൻട്രോഗേഷൻ സീൻ ഉണ്ട്. നമ്മളെ ടെഡി ഓപ്പോസിറ്റ് ഇരിക്കുന്നത്, എമ്മ സ്റ്റോൺ ഓപ്പോസിറ്റ് ഇരിക്കുന്നത്, ഇവർ രണ്ടുപേരും തമ്മിൽ ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഇൻട്രോഗേഷൻ സീൻ ഉണ്ട്. അതൊക്കെ ടോപ്പ് നോച്ചാണ്. അങ്ങനെ ഈ ഇൻട്രോഗേഷൻസ് എല്ലാം കഴിഞ്ഞ് കുറച്ച് കുഞ്ഞു ഇവൻസ് ഒക്കെ കഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ചിട്ട്. അപ്പം നിങ്ങൾ ഈ പടം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. എനിക്കൊന്ന് തിയേറ്ററിനെല്ലാം പോയിട്ടുണ്ടാവും പടം. എന്തായാലും കഴിഞ്ഞ ഓഗസ്റ്റ് റിലീസായത്, ഞാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായത്, ചെന്നൈയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായത്. അപ്പം ആർക്കും പറ്റുകയാണെങ്കിൽ ഈ പടം ഒന്ന് കണ്ടു നോക്ക്.
ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. 2003 ഇറങ്ങിയ സേവ് ദ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സിനിമേൻ്റെ റീമേക്കാണ് ബുഗോണിയ. ആ പടം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ബുഗോണിയ മൊത്തത്തിൽ കണ്ട സമയത്ത് എനിക്ക് അത്യാവശ്യം പടം വർക്കൗട്ട് ആയിട്ടുണ്ട്. പടത്തിൻ്റെ മ്യൂസിക്കും ആ ഒരു ആംബിയൻസിന് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക്കിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ആ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫുൾ ക്യൂരിയസ് ആയിട്ട് നമ്മൾ പടത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ എൻഗേജ് ആയിട്ടിരിക്കും. ഓക്കെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് ക്ലൈമാക്സിൽ, ഓക്കെ എന്താവും എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നെ ഓഡിയൻസിനെ കൊണ്ട് ഇരുത്താൻ വേണ്ടി പറ്റിയിട്ട് ഇതിൻ്റെ മേക്കേഴ്സിനോട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു മൂവി റിവ്യൂവിൽ കാണാം. ബൈ.